ഗ്രേസ് ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ രാവിലെ തന്നെ വീട്ടില് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്യാനുണ്ട്. മാത്രമല്ല ഒന്ന് രണ്ട് പരിപാടികളും കൂടി ഉള്ളത് കാരണം ഇന്നത്തെ ഡേ കുറച്ച് സ്ലോലി പോകുന്ന ഡേ ആണ്. കുറച്ച് സ്മൂത്ത് ആയിട്ട് നമുക്ക് സമയം എടുത്ത് ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നത്തെയും ഹരിബറി ഒന്നുമില്ല. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഇങ്ങനെ ചില ദിവസങ്ങൾ നമുക്ക് ഉണ്ടാവും അല്ലെ. അങ്ങനത്തെ ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, അതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അതൊക്കെ ഒന്ന് മോർണിംഗിൽ തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു ദിവസം ഭയങ്കര സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ചില ദിവസങ്ങൾ ഈ വെക്കേഷനിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ വീട്ടിൽ ഗസ്റ്റ് വരുന്ന ദിവസം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ പുറത്ത് ഔട്ടിങ്ങിന് പോകുന്ന ദിവസം ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഉള്ള ദിവസം ഉണ്ടാവും. നമുക്ക് ആ ദിവസങ്ങളെയൊക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്യുവാണെങ്കിൽ അന്നും നമുക്ക് കുറേ സമയം കിട്ടുന്ന ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിട്ട് നമുക്ക് അതിനെയും കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നമ്മുടെ ക്വിക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേഗത്തിലൊന്ന് ആക്കാം എന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് എത്തിയതാണ് കേട്ടോ. ഇന്ന് കിച്ചണിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ വീടൊന്ന് അടുക്കിപ്പെറുക്കി വെക്കുക, ഒതുക്കി വെക്കുക, ന്യൂസ് പേപ്പർ അതിന്റെ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എത്ര ചൂടാന്ന് പറഞ്ഞാലും രാവിലെ എഴുന്നേറ്റ് പുറത്തേക്കൊന്ന് എത്തിക്കഴിയുമ്പോൾ നമുക്ക് ആ പുറത്തുനിന്ന് ഒരു ഫ്രഷ് എയർ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. എന്നാലും അടുക്കളയിലൊക്കെ കയറുമ്പോൾ വേർത്ത് ഒഴുകി തവിട് പൊടിയാണല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഇങ്ങനെ കൂടെ കൂടെ കുടിക്കുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയാ വെള്ളം കുടിക്കണേന്ന് അറിയില്ല, അതുമാതിരി വേർത്ത് പോകുന്നുണ്ട്. ഒരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ചൂടിന് പ്രത്യേകിച്ച് ഒരു കുറവും വന്നിട്ടില്ല. ഇന്ന് ഞാനൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നാ വിചാരിക്കണേ. അതുകൊണ്ട് തന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലാണ്. മുട്ടയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കട്ടെ. ഞാൻ പലതരത്തിലും മുട്ട റോസ്റ്റ്, മുട്ടക്കറികൾ ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ നമുക്ക് ജോലിക്ക് പോകുന്ന സമയത്താണെങ്കിൽ കുക്കറിലാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക, വളരെ ക്വിക്കായിട്ട് ചെയ്തെടുക്കും. അപ്പൊ പിന്നെ അത് നമുക്ക് ചെറിയ മുട്ട, കാട മുട്ട വെച്ചിട്ട് ചെയ്യാവുന്നതാ. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഞാൻ മുട്ട പുഴുങ്ങാനൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മാവിൽ നിന്ന് പതിവ് പോലെ മാങ്ങ വീണ് കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പറയാറുള്ള പോലെ എനിക്കിങ്ങനെ രാവിലെ വന്ന് മാങ്ങ എടുക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ തോന്നണേയില്ല. നമ്മുടെ മക്കളൊന്നും ഇത് കണ്ടിട്ട് ഓടിപ്പോയി എടുക്കുന്നൊന്നും കാണാനില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡിന്റെ കാലമായതുകൊണ്ടായിരിക്കും. പിന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരട്ടെ. ഇപ്പോ ആദ്യത്തെ ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഭയങ്കര ഒരു ചാഞ്ചാട്ടം വന്നിട്ടുണ്ട്, മുറ്റം മുഴുവൻ ടൈലിട്ടാലോന്ന്. കാരണം മണ്ണ് മുഴുവൻ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. പിന്നെ നമ്മുടെ ടൈൽസ് എല്ലാം എന്താ പറയാ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് കാൽപാദങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ കൃത്യമായി നമ്മള് വരച്ച പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഗ്ലോസി ടൈൽസിൽ ക്ലീൻ ചെയ്യുന്നേക്കാളും മാറ്റ് ഫിനിഷ് ക്ലീൻ ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട്. എന്നാൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പക്കയായിട്ട് കിടക്കുകയും ചെയ്യും. പക്ഷെ ഈ മഴക്കാലത്തൊക്കെ ഈ സിറ്റ് ഔട്ടും അതുപോലെ തന്നെ ആ സ്റ്റെപ്സിന്റെ അവിടെയും സൈഡും ഒക്കെ മണ്ണ് തെറിച്ചിട്ട് ആകെ അലങ്കോലമാവുന്ന കാരണം ഇങ്ങനെ മനസ്സിൽ വലിയൊരു ചാഞ്ചാട്ടം നടക്കുന്നുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് മണ്ണിടാനായിരുന്നു ഇഷ്ടം. ഒരു 4 കൊല്ലമൊക്കെ ഞങ്ങളിങ്ങനെ ചവിട്ടി പിടിച്ച് നിന്നു. ഇനി നമ്മുടെ അടിച്ചു വാരല്, മുറ്റടിച്ചു വാരി, ഞാൻ അതുപോലെ തന്നെ വീടടിച്ചു വാരി ഇനി ഒന്ന് തുടയ്ക്കാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എനിക്ക് വേറെ വലിയ ലഞ്ച് പ്രിപ്പറേഷൻ പരിപാടിയൊന്നുമില്ല. രാവിലെ ഉച്ചയ്ക്കൊരു കല്യാണമുണ്ട്, വൈകിട്ടൊരു കല്യാണമുണ്ട്. അങ്ങനെ ഇന്ന് കല്യാണങ്ങളുടെ ഒരു മേളമുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അധിക സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടും. ഇനി ഈ അടിച്ചുവാരി തുടയ്ക്കൽ എന്ന് പറയുന്നത് ഞാൻ രാവിലെ ക്വിക്കായിട്ടൊന്ന് എല്ലാതും ഒന്ന് അടുക്കി പെറുക്കി ക്ലീൻ ചെയ്യുള്ളൂ. വൈകുന്നേരമാണ് കേട്ടോ ഞാൻ വീടടിച്ചു വാരിയിടുക. ഒരു 4 മണി 5 മണി സമയത്ത് ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കും. പിന്നെ തുടയ്ക്കൽ എന്ന് പറയുന്നത് എല്ലാ ദിവസമൊന്നും ഇല്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ക്ലീനിങ് തുടയ്ക്കൽ ഡെയിലി ഉണ്ടാവും. കാരണം തുടയ്ക്കാണ്ടിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആകെ നിറച്ച് ചെളിയായിരിക്കും. അപ്പോൾ അത് ചെയ്യാറുണ്ട്. അല്ലാത്ത ദിവസം ഇതുപോലെ ഫ്രീ ടൈം കണ്ടെത്തിയാണ് ആഴ്ചയിൽ 2 ദിവസം ഒന്ന് വീട് തുടച്ചിടാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഇങ്ങനത്തെ ദിവസം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കുക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, ഒരുപാട് പണികളുള്ള ദിവസം നമ്മൾ വയ്യാണ്ടാവില്ലേ. അപ്പൊ അതനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും ഒന്നും അല്ല, ആ ദിവസം അനുസരിച്ച് ചെയ്യാം.
നിങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്താൽ നമ്മുടെ ഈ ഒരു വലിയൊരു വർക്ക് കുറഞ്ഞു കിട്ടും. ഒരുപാട് ആയാസപ്പെട്ട് പണിയെടുക്കണ പോലെ തോന്നില്ല. അല്ലെങ്കിൽ പറയില്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തു തളർന്നു എന്നൊന്നും പറയില്ലേ, അതൊക്കെ ഇല്ലാണ്ടാവും. ഞാനിപ്പോ ഡൈനിങ് ടേബിളിൽ അവിടെ തുടയ്ക്കുമ്പോൾ കസേരയൊക്കെ എടുത്ത് മേശയിൽ വെച്ചിട്ടാണ് കേട്ടോ തുടയ്ക്കുക. എന്നാലാണ് അതിന്റെ അടിഭാഗത്തൊക്കെ ഒന്ന് എത്താം. ആ ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാർക്ക് തനി സ്വഭാവം കഴിയുമല്ലേ. കാരണം ആരെങ്കിലും അതിലേക്ക് ചെളി ചവിട്ടിക്കയറ്റി വരുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോഴാണ് നമുക്ക് ഉക്കിര രൂപം പുറത്തു വരിക പറയുന്നത്. അപ്പോ ഇപ്പോഴും മക്കളും ഹസ്ബൻഡും വന്നിട്ടില്ല. അവര് മക്കളുടെ ട്രെയിനിങ്ങും സമ്മർ ക്യാമ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്കും അവരെ സമ്മർ ക്യാമ്പ് കഴിഞ്ഞു കേട്ടോ. April 30 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അവര് വേറൊരു മൂഡിലാണ്. കാരണം എല്ലാ ദിവസവും രാവിലെ പോയ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ കുക്കറിൽ തന്നെയാണ് മുട്ട റോസ്റ്റ് വെക്കണം. മുട്ട റോസ്റ്റ് വെക്കാം എന്നുള്ള പ്ലാനിങ് തുടങ്ങിയതാ. പിന്നെ ഇതൊന്ന് മുട്ടക്കറിയിലേക്ക് മാറി എന്ന് മാത്രം. അപ്പൊ ഞാൻ നമ്മുടെ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് എണ്ണ, ഒരു അല്പം, ഒരു 2 സ്പൂൺ മാക്സിമം എണ്ണ, 1 സ്പൂൺ ആയാലും മതി. അതിലേക്ക് സവോള ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി ചതച്ചത് എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണു. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള മല്ലിപ്പൊടി ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമ്മളിത് കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കും. ഒരു 2 or 3 വിസിൽ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി നല്ല പക്ക സെറ്റായിട്ടുണ്ടാവും. കാരണം ഈ സവോളയൊക്കെ വെന്തങ്ങട് അലിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഞാൻ അപ്പത്തിനാണ് മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അപ്പത്തിന് മാവ് കലക്കി വെക്കുമ്പോൾ ഈസ്റ്റ് ചേർക്കാറില്ല. പകരം നമ്മൾ അരച്ച് ചേർക്കാൻ ഉപയോഗിക്കുന്ന തേങ്ങയും അതിൽ തേങ്ങാവെള്ളവും ചേർത്ത് ആ തേങ്ങാവെള്ളത്തിൽ അല്പം പഞ്ചസാരയും ചേർത്തിട്ടാണ് അരച്ചെടുക്കാറ്. അപ്പൊ തന്നെ നല്ല പെർഫെക്റ്റ് അപ്പം നമുക്ക് കിട്ടും കേട്ടോ. വെറുതെ എന്തിനാ ശരീരത്തിലേക്ക് നമ്മുടെ ഈസ്റ്റ് ഒക്കെ ഇത് കഴിക്കുന്നത് എന്ന് വിചാരിച്ചാൽ, അത്യാവശ്യം നമ്മൾ ബ്രെഡും ബണ്ണും ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നവരല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലായ്പ്പോഴും പറ്റില്ല. ചില സമയത്ത് തേങ്ങാവെള്ളം ഉണ്ടായിരിക്കില്ല, തേങ്ങാമുറി ഓൾറെഡി ഇരിക്കുന്നതാവും, അരയ്ക്കുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ ഈസ്റ്റും ചേർക്കാറുണ്ട്. അപ്പോ ഇന്ന് ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് കറി ഒന്ന് പാകാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിന്ന് ഒരു നുള്ള് കടുക് ഇട്ട് വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ആ ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി മുട്ട പുഴുങ്ങിയതും ചേർത്ത് ഒന്ന് ആ വെള്ളം വറ്റിച്ചെടുത്താൽ നമുക്ക് മുട്ട റോസ്റ്റ് പക്ക സെറ്റാവും. പക്ഷെ ഇന്നതിനകത്തേക്ക് ഞാൻ നാളികേരം ഒന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു ടേസ്റ്റ് ആവും. ഇനി നാളികേരപ്പാല് ചേർക്കുകയാണെങ്കിൽ ഒരു മപ്പാസ് കറിയുടെ ടേസ്റ്റ് ഒക്കെ കിട്ടും. ഇതൊക്കെ ഓരോ ദിവസം ഓരോ തരത്തിൽ മാറ്റി മാറ്റി ചെയ്ത് നോക്ക്. ഇനി നാളികേരം അരയ്ക്കുമ്പോൾ ഒരു പെരിഞ്ചീരകം ചേർത്ത് അരച്ചാലോ, അതിന് കിടിലൻ ടേസ്റ്റ് വേറെയാണ്. അങ്ങനെ മാറി മാറി ഓരോ ദിവസം ഓരോ സ്റ്റൈലൊന്ന് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്ക്. ഈ മുട്ടക്കറി നല്ല ബെസ്റ്റ് മുട്ടക്കറിയാണ്. അതിന്റെ കൂടെ ഞാൻ നാളികേരപ്പാലും കൂടി ഒന്ന് വെച്ചിട്ടുണ്ട്. 1-ാം പാലിൽ ഒരൽപ്പം പഞ്ചസാരയും ഉപ്പും ചേർത്ത്. അത് തുത്തൂന് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതെന്റെ കല്യാണം കഴിഞ്ഞ് ചെന്ന് ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇത് പഠിച്ചത്. ഈ നാളികേരപ്പാലില് അപ്പം ഇങ്ങനെ മുക്കിയെടുത്ത് വെച്ചതിന് ശേഷം കറി ചേർത്ത് കഴിക്കുവാണെങ്കിൽ ഇത് കിടിലൻ ടേസ്റ്റ് അല്ലേ. പത്തിരിയിലൊക്കെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കില്ലേ, അതുപോലെ തന്നെ. ഇനി ഉച്ചയ്ക്ക് നമുക്കൊരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡന്റിന്റെ കല്യാണമാണ് അത്. ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദുസിന്റെ കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മിസ്സാവില്ല. കാരണം സദ്യ എന്റെ ഫേവറേറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ബിരിയാണി, നെയ്ച്ചോറ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് തീരെ പിടുത്തമില്ലാത്തതാ. സദ്യ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയോ. കുട്ടിയുടെ കല്യാണത്തിന് പോയതാണോ സദ്യ കഴിക്കാൻ പോയതാണോ എന്ന് ചോദിക്കരുത്. സദ്യയോടുള്ള എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു എന്ന് മാത്രം. അതിങ്ങനെ എനിക്ക് ഭയങ്കര കൗതുകമാണ്. ഇലയിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ വിളമ്പുമ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കിയിരിക്കും. ഒട്ടും ഭക്ഷണം വേസ്റ്റ് ആവാതെ കഴിക്കാം സദ്യ. എന്നാലോ അത് കഴിഞ്ഞ ഒരു വിഴങ്ങിയ പാമ്പിനെ പോലെയാണെന്ന് തോന്നുക. അനങ്ങാൻ പറ്റില്ല. എനിക്ക് സദ്യ ഇഷ്ടമാണ്, പായസം ഇഷ്ടമാണ്. പായസം ഇന്നതൊന്നുമില്ല, എല്ലാം ഇഷ്ടം. അപ്പൊ എന്ത് ചെയ്യും, ചോറിന്റെ അളവ് കുറയ്ക്കേ മാർഗമുള്ളൂ. കാരണം സദ്യയിലെ കറികൾ കഴിക്കണം, പായസം കുടിക്കണം. അവസാനമാകുമ്പോൾ ഞാൻ വിചാരിക്കും എല്ലാ പായസവും കുടിക്കാം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കും. പക്ഷെ നടക്കാറില്ല. കാരണം അവസാനമാകുമ്പോഴത്തേക്കും ആയിരുന്നു കേട്ടോ. അതില് ഇളനീര് പായസം, പരിപ്പ് പായസം, പാൽപ്പായസം. അതിൽ പരിപ്പ് പായസം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. മറ്റൊന്നും ടേസ്റ്റ് ചെയ്യാൻ പോലും ഉള്ള വയറുണ്ടായിരുന്നില്ല. ഇനി വൈകുന്നേരം ഞങ്ങളൊരു സിനിമയ്ക്ക് പോട്ടെ. സിനിമയ്ക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം ഒരു കല്യാണം കൂടി ഉണ്ട്. അപ്പൊ സിനിമയ്ക്ക് പോകുന്നത് പള്ളിച്ചട്ടമ്പി കാണാനുള്ള യാത്രയാണ്. അത് പോകുന്നത് നമ്മുടെ രാഗം തിയേറ്ററിലേക്കാണ് കേട്ടോ. രാഗം തിയേറ്ററിൽ സിനിമ കാണാൻ പോയാൽ മാത്രമാണ് ഞങ്ങൾ നേരത്തെ എത്താറുള്ളത്. കാരണം അതിന്റെ ഉള്ളിൽ കയറി ആ കർട്ടൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, അത് അവിടെ പോയി ഇരുന്ന് കാണണം.
പിന്നെ മാത്രമല്ല നല്ല സൗണ്ട് ആംബിയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ആ സിനിമ രാഗത്തിൽ തന്നെ പോയി കാണുന്ന ഹസ്ബൻഡ് പറയാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ നേരെ ഞങ്ങൾ ബുക്ക് ചെയ്യാറ് രാഗത്തിലേക്കാണ്. ദേ ഈ 1, 2, 3 കൗണ്ടും ഈ കർട്ടൻ ഇരുന്നതും കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ നേരത്തെ പോകുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയൊക്കെ എങ്ങനെയും ബ്ലോക്കിൽ പെട്ടു, അത് പെട്ടു, ഇത് പെട്ടു എന്ന് പറഞ്ഞൊക്കെ നേരം വൈകിയാ പോവാ. ഇത് കർട്ടൻ ഇങ്ങനെ ഉയരുമ്പോഴുള്ള മ്യൂസിക് രണ്ടുപേരും കൂടെ സൗണ്ട് സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. മക്കളുടെ വക മ്യൂസിക് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ പള്ളിച്ചട്ടമ്പി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് നമ്മുടെ സിനിമയുടെ ക്രൂ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചട്ടമ്പിയായ ടോവിനോയും ആ ഗ്രൂപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ സെൽഫി എടുക്കുന്ന ആൾക്കാരുടെ തിരക്കും തിക്കും ബഹളങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, നമ്മൾ ആ സൈഡിലിരുന്ന് ഇതൊക്കെ കണ്ടു എന്ന് മാത്രം. അങ്ങനെ ഇന്നത്തെ സിനിമയും വിശേഷങ്ങളോട് കൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത കല്യാണത്തിന്റെ വിശേഷമൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു വിശേഷം ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയുമുണ്ട് ചില ദിവസങ്ങൾ. മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രേറ്റ് ടൈം. താങ്ക് യു.